നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്ന് ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിൽ അമ്മയും മകളും മരിച്ചിരിക്കുകയാണ്. മക്കൾക്ക് വിഷം നൽകിയാണ് ദമ്പതികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിലാണ് അമ്മയും മകളും മരിച്ചിരിക്കുന്നത്. മറ്റപ്പുള്ളി ചിറപ്പുറത്ത് ജോബിയുടെ കുടുംബമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ ജോബിയുടെ ഭാര്യ ജോസ്ന, മൂത്ത മകൾ മരിയ തെരേസ 16 വയസ്സ്, ഇവർ രണ്ടുപേരുമാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 5:30 മരിയ മരണത്തിന് കീഴടങ്ങിയത്. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിന് പിന്നാലെ വൈകിട്ട് 4 അമ്മയും മരിച്ചു. ജോസ്നയുടെ മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇരുവരുടെയും സംസ്കാരം പിന്നീട്. ജോബിയുടെ നിലയും അതീവ ഗുരുതരമാണ്. ഇവർക്കൊരു ഇളയ മകനുണ്ട്. ആ മകനും വിഷം നൽകിയിട്ടുണ്ട്. ആ മകനും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച വൈകിട്ടാണ് 4 പേരെയും കളനാശിനി കഴിച്ച അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. ഇവരുടെ സമീപത്തു നിന്നും കളനാശിനിയുടെ കുപ്പിയും കണ്ടെടുത്തിരുന്നു. സാമ്പത്തിക ഇടപാടുകളാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് നിഗമനം. തിങ്കളാഴ്ച ഉച്ച മുതൽ കോതനെല്ലൂർ സ്വദേശിയായ ജോസ്നയുടെ സഹോദരൻ പല പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് വൈകിട്ട് മറ്റപ്പള്ളിയിലെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് പൂട്ടിയ നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെയും വീടിനുള്ളിൽ അവശനിലയിൽ കാണുകയായിരുന്നു. പിൻവാതിൽ ചവിട്ടി തുറന്ന് നാട്ടുകാരുടെ സഹായത്തോടെ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലും മകനെ കുട്ടികളുടെ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കുകയാണ്. ഇതിൽ മകളും ആദ്യം മരിച്ചു, അതിനുശേഷം അമ്മയും മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മകനും ആശുപത്രിയിലാണ്. എന്നാൽ മകന്റെ നില അതീവ ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി എന്താണ് ഇവരുടെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഭയന്നാണോ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ തൃശ്ശൂരിലും ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ നടത്തുകയും ഇതിൽ ആ കുടുംബത്തിലെ അച്ഛനും മകളും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അമ്മയും മകനും രക്ഷപ്പെട്ടു. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശ്ശൂർ കുന്നംകുളത്താണ് പഴഞ്ഞി MD കോളേജിന് സമീപമുള്ള വീട്ടിലും ഇതുപോലെ സമാനമായ രീതിയിൽ 4 അംഗ കുടുംബം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിൽ പ്രവാസിയായിരുന്നു ഈ കുടുംബനാഥനായിട്ടുള്ള സിബി. മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയായിരുന്നു. ഗൾഫിലായിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നാട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസമാണ് കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇതിൽ സിബിയുടെ മൃതദേഹം കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. അലീനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുവരും വിഷം കഴിച്ചിരുന്നു. വിഷം കഴിച്ചിട്ട് മരിക്കാതെ വന്നപ്പോഴാണ് സിബി വീട്ടിലെ കിണറ്റിൽ എടുത്ത് ചാടുകയും അലീന തൂങ്ങി മരിക്കുകയും ചെയ്തതും. ഇതിൽ സിബിയുടെ ഭാര്യയും കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോഴും മകൻ ആദിത്യൻ അത് തടയുകയായിരുന്നു. പിന്നീട് ആദിത്യനാണ് 17 വയസ്സുള്ള ആദിത്യൻ പോലീസിനെ വിളിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പോലീസും കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് കൂടിയാണ് ഈ ഒരു അമ്മയ്ക്കും മകനും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായത്. ഏതായാലും ഇരുവരും ചികിത്സയിൽ തുടരുകയാണ്. സമാനമായ രീതിയിലാണ് ഒരാഴ്ച കൊണ്ട് 2 കുടുംബം, അതും ഒരു അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബം ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. വളരെ നടുക്കുന്ന വാർത്തയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് ഇതിന് പിന്നിലുള്ള കൃത്യം കാരണം, ഇത്തരത്തിൽ മാനസിക നില തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റാരുടെയും സഹായം അവർക്ക് എത്തിയിരുന്നില്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ കണ്ടെത്തി അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരട്ടെ.